നമസ്കാരം. ബംഗളൂരുവിലെ മുതിർന്ന മാധ്യമപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിരുന്ന ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് 7 വർഷം പിന്നിട്ടു. ഇത്രയും കാലമായിട്ടും വിചാരണ നടപടികൾ ഇഴയുന്നതിനെ ചോദ്യം ചെയ്ത് അവരുടെ കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തി. വിചാരണ ഊർജിതമാക്കാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ട് 8 മാസം കഴിഞ്ഞിട്ടും അത് നടപ്പിലായില്ല. വിചാരണ വൈകിയതിനാൽ കേസിലെ 4 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. തുടർന്ന് സുപ്രീം കോടതി ഇത് ശരിവെക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഗൗരിയുടെ സഹോദരിയും ചലച്ചിത്ര പ്രവർത്തകയുമായ കവിത ലങ്കേഷ് ഉൾപ്പെടെയുള്ളവർ വിചാരണ വേഗത്തിലാക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. 2022 കേസിലെ വിചാരണ ആരംഭിച്ചത്. 530 സാക്ഷികളിൽ 137 പേരെ മാത്രമാണ് വിസ്തരിച്ചത്. 2017 സെപ്റ്റംബർ 5 രാജരാജേശ്വരി നഗറിലെ വസതിക്ക് മുന്നിൽ ഗൗരി വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസിൽ മുഖ്യ ആസൂത്രകനായ അമോൽ ഖാലെ, 2ാം പ്രതിയും കൊലയാളിയുമായ പരശുറാം വാക്മർ എന്നിവർ ഉൾപ്പെടെ 18 പ്രതികളാണ് ഉള്ളത്. തീവ്ര ഹിന്ദു സംഘടനകളായ സനാതൻ സംസ്ഥ, ശ്രീരാമസേന, ഹിന്ദു ജനജാഗൃതി സമിതി, ഹിന്ദു യുവസേന എന്നിവയുടെ പ്രവർത്തകരാണ് ഇവർ. പുരോഗമന പ്രവർത്തകരായ പ്രൊഫസർ എം കൽബുർഗി, നരേന്ദ്ര ധബോൽക്കർ, ഗോവിന്ദ് പൻസാരെ എന്നിവരുടെ വധക്കേസുകളിൽ ഇവരിൽ പലരും പ്രതികളാണ്. 2017 സെപ്റ്റംബർ 5 താൻ നടത്തിക്കൊണ്ടിരുന്ന പത്രമായ ലങ്കേഷ് പത്രികയുടെ ഓഫീസിൽ നിന്ന് ബംഗളൂരുവിലെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു ഗൗരി. രാജ്യത്തെ വലതുപക്ഷ ഭീകരതയ്ക്കെതിരെ എന്നും നിലപാടുകൾ എടുത്ത ലങ്കേഷ് പത്രികയും ഗൗരി ലങ്കേഷും നിരവധി പേരുടെ കണ്ണിലെ കരടായ സമയമായിരുന്നു അത്. വീട്ടിലെത്തിയ ഗൗരി ലങ്കേഷിനെ വധിക്കാൻ അന്ന് 3 പേർ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഗൗരി വീട്ടിലേക്ക് കയറി വാതിലടയ്ക്കാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഹെൽമറ്റ് ധരിച്ചിരുന്ന കൊലയാളികളിൽ ഒരുവൻ അവരുടെ നേർക്ക് വെടിവെച്ചു. ശേഷം ബാക്കിയുള്ള 2 പേരും കനത്ത വിദ്വേഷത്തോടെ ഗൗരിയുടെ നേർക്ക് ബാക്കിയുള്ള വെടിയുണ്ടകൾ ഉതിർത്ത് തോക്ക് കാലിയാക്കി. രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. ആശയവും പ്രത്യയശാസ്ത്രവും എങ്ങനെയാണ് മനുഷ്യരെ ഭ്രാന്തന്മാരാക്കുന്നത് എന്ന് 3 പേർ ചേർന്ന് കാണിച്ചു തന്ന ദിവസം. നരേന്ദ്ര ദബോൽക്കറിനും ഗോവിന്ദ് പൻസാരയ്ക്കും എം കൽബുർഗിക്കും പിന്നാലെ തീവ്ര ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കൊലപ്പെടുത്തിയ ഒരു പൊതുപ്രവർത്തക കൂടിയായിരുന്നു ഗൗരി ലങ്കേഷ്. കേസിൽ വെടിയുതിർത്തവരെയും ദൗത്യം പദ്ധതിയിട്ടവരെയും ഒക്കെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. പ്രതികളിൽ 6 പേർ നിലവിൽ ജയിലിലാണ്. 2022 ജൂലൈയിൽ മാത്രം വിചാരണ ആരംഭിച്ച കേസിൽ വർഷം 2 കഴിഞ്ഞിട്ടും വെറും 130 പേരെ മാത്രമേ വിചാരണ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് കേസിൻ്റെ മെല്ലെപ്പോക്ക് എത്രയെന്ന് വെളിവാക്കുന്നു. ഇവയ്ക്ക് പുറമെ കേസിൽ അകപ്പെട്ട നിരവധി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഗൗരി വധക്കേസ് പ്രതികൾക്കും അവർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകർക്കും BJP നേതാക്കളും പോഷക സംഘടനകളും സ്വീകരണം ഒരുക്കുന്നതും സന്ദർശിക്കുന്നതും എല്ലാം ഈ കേസിൻ്റെ നാൾവഴികളിൽ എടുത്തു പറയേണ്ടതാണ്. MN അനുചേത്, P രംഗപ്പ എന്നീ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകം അന്വേഷിക്കുന്നത്. 2018 മാർച്ചിൽ ഗൗരിയെ കൊല്ലാൻ ആസൂത്രണം ചെയ്ത സംഘത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടെത്തിയ ഹിന്ദു യുവസേന പ്രവർത്തകനായ നവീൻ കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ ശിരോവസ്ത്രം നിരോധിക്കുന്നതുൾപ്പെടെയുള്ള സാമുദായിക ധ്രുവീകരണ ശ്രമങ്ങളിൽ നടന്ന സമയങ്ങളിൽ ഗൗരി ലങ്കേഷിൻ്റെ ഇടപെടലും അവർ നടത്തിയ പത്രവും ചർച്ചയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടന്ന ഗൗരി ലങ്കേഷിൻ്റെ മൃതദേഹത്തിൻ്റെ ചിത്രം കർണാടകയുടെയും അതുപോലെ രാജ്യത്തിൻ്റെയും സാമുദായിക ഐക്യം നേരിടുന്ന വെല്ലുവിളികളിലേക്കുള്ള സൂചനയാണെന്നാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്.